ദേ സൂപ്പർ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ ഫാനുകളും സൂപ്പർ ആയിട്ട് കറങ്ങണമെങ്കിൽ ഫാനിന്റെ കേടായ കപ്പാസിറ്ററോ അല്ലെങ്കിൽ റെഗുലേറ്ററിന്റെ കപ്പാസിറ്ററോ മാറ്റി കളഞ്ഞാൽ മതി. ഫാനിന്റെ സ്പീഡ് കുറയുന്നതിനുള്ള 3 കാരണങ്ങളും അതിന്റെ പരിഹാര മാർഗവും എങ്ങനെയാന്ന് നമുക്ക് കാണാം. സാധാരണയായി ഫാനുകളുടെ സ്പീഡ് കുറയുന്നതിന്റെ മെയിൻ കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇതിന്റെ കപ്പാസിറ്റർ ആണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ കപ്പാസിറ്റർ സിമ്പിൾ ആയിട്ട് നമുക്ക് പുറത്തേക്ക് വലിച്ചെടുക്കാം. പുതിയ കപ്പാസിറ്റർ വരുമ്പോൾ ഇത് എങ്ങനെയാണ് പിടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പിടിപ്പിക്കുക. കപ്പാസിറ്ററിന്റെ ഈ 2 കേബിളുകളും കണക്ട് ചെയ്തിരിക്കുന്നത് ഈ 2 സ്ക്രൂവിലുമാണ്. ഈ 2 വയറുകളും മാറിപ്പോയാൽ കുഴപ്പമില്ല. എന്നാൽ ഇതിന്റെ ബാക്കിലുള്ള ഈ കേബിളും മാറിപ്പോകരുത്. ഞാൻ ഇതിന്റെ കണക്ഷൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്രധാനമായിട്ട് 3 വയറുകളാണ് വരുന്നത്. 1 ഫേസ്, 2 ന്യൂട്രല്, 3 കപ്പാസിറ്റർ കണക്ട് ചെയ്തതിനുള്ള കേബിള്. ഇതാണ് ഫാനിൽ നിന്ന് വരുന്ന ഫേസ്. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കറണ്ട് സപ്ലൈ കൊടുക്കുകയാണ്. ഇതും കപ്പാസിറ്ററുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അടുത്തതായിട്ട് വരുന്നത് ന്യൂട്രൽ വയറാണ്, അതായത് ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത്. ഇതിലേക്കാണ് കപ്പാസിറ്ററിന്റെ ഒരു ലെഗ് കൊടുക്കുന്നത്. വയർ എന്ന് പറയുന്നത് ഫാനിൽ നിന്ന് കപ്പാസിറ്ററിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി മാത്രം വരുന്ന ഒരു വയർ ഉണ്ട്. അതിലേക്കാണ് നമ്മൾ അടുത്ത ഈ കപ്പാസിറ്ററിന്റെ വയർ കൊടുക്കേണ്ടത്. അപ്പൊ ഈ സ്ക്രൂ എല്ലാം ഊരി നമുക്ക് ഇതിന്റെ കപ്പാസിറ്റർ ഡിസ്കണക്ട് ചെയ്യാം. അപ്പൊ ഞാൻ പഴയത് ഊരിയെടുത്തു. ഇനി നമുക്ക് പുതിയ കപ്പാസിറ്റർ വെച്ചു കൊടുക്കാം. കൂട്ടി പിരിച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ സ്ക്രൂ ഇട്ട് മുറുക്കി കൊടുക്കാം. ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഇത് പഴയ പോലെ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ആ ബ്രാക്കറ്റിലേക്ക് കയറ്റി കൊടുക്കുക. അപ്പോൾ കപ്പാസിറ്റർ കൊണ്ട് ഫാനിന്റെ സ്പീഡ് കുറയുന്നതിനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇത് എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് ഈ ഫാനിന്റെ സ്പീഡ് കുറയുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് അതിന്റെ വൈൻഡിങ് ആണ്. ഇനി ഫാനിന്റെ സ്പീഡ് കുറയുന്നതിനുള്ള കാരണം വൈൻഡിങ് പോയതാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള വീഡിയോ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു. ഫാനിന്റെ സ്പീഡ് കുറയുന്നതിന്റെ 3ാമത്തെ കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് റെഗുലേറ്ററിന്റെ കപ്പാസിറ്റർ പോകുന്നതാണ്. ഇതാണ് ഫാനിന്റെ റെഗുലേറ്ററിലെ കപ്പാസിറ്ററുകൾ. അത് എന്തിനാന്ന് വെച്ചാൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതായത് നിങ്ങൾക്കറിയാലോ 1 മുതൽ 5 വരെ സ്പീഡുകൾ ഉണ്ടാവും. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കപ്പാസിറ്ററുകളാണ്. ഓരോ സ്പീഡിനും ഓരോ കപ്പാസിറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് 5ൽ നിന്ന് നമ്മളിപ്പോ 4ലേക്ക് കുറച്ചിടുമ്പോൾ പെട്ടെന്ന് കാറ്റ് കുറയുന്നുണ്ട്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ റെഗുലേറ്ററിലെ കപ്പാസിറ്റർ ആണ്. ഇത് മാറ്റുന്നതിന് ഇതിന്റെ വില 2 രൂപ മാത്രമേ ഉള്ളൂ. ഇത് മാറ്റുന്നതിനായിട്ട്, അതായത് ഈ കപ്പാസിറ്റർ മാറ്റുന്നതിനായിട്ട് നമുക്ക് സോൾഡറിങ്ങിന്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ അത് അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് ഞാൻ എങ്ങനെയാണ് കപ്പാസിറ്റർ മാറിയെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലോക്കിന്റെ വീഡിയോ കണ്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം അടുത്ത വീഡിയോയിൽ ക്ലോക്കിന്റെ മൂവ്മെന്റ് എങ്ങനെ റിപ്പയർ ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എന്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. കപ്പാസിറ്റർ മാറുന്നതിന് മുൻപ് ഫാനിന്റെ കേബിൾ കണക്ഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതെന്തിനാന്ന് വെച്ചാൽ ഈ വീഡിയോ മനസ്സിലാക്കാനായിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ ഈ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ ഒരു ഫാനിൽ നിന്ന് പ്രധാനമായും 3 കേബിളുകളാണ് വരുന്നത്. ഒന്നാമത്തെ കേബിള് റെഡ് കളറാണ്, അതായത് അത് എന്തിനാന്ന് വെച്ചാൽ ഫേസ് കണക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കേബിൾ എന്ന് പറയുന്നത് ന്യൂട്രൽ വയറാണ്, അത് ബ്ലാക്ക് കളറാണ്. 3ാമത്തെ കേബിൾ എന്ന് പറയുന്നത് യെല്ലോ കളറാണ്. അതെന്തിനാന്ന് വെച്ചാൽ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കേബിളാണ്. അപ്പോൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യേണ്ടത് കപ്പാസിറ്ററിന്റെ ഒരു കേബിൾ ന്യൂട്രൽ വയറിലും രണ്ടാമത്തെ കേബിൾ കപ്പാസിറ്ററിനും വേണ്ടി മാത്രം വന്നിട്ടുള്ള കേബിളുമാണ്. ഫേസ് വയറിൽ കപ്പാസിറ്റർ കണക്ട് ചെയ്യില്ല. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ വീഡിയോ കാണുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ ഡയഗ്രത്തിൽ അതായത് നീല കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കപ്പാസിറ്റർ. ഇനി നമുക്ക് വീഡിയോ